ഹായ് ഹലോ നമസ്കാരം, രേണു സുധിയാണ്. അപ്പം നാളെ 7 മണിക്ക് കിസ്മത്ത് വിഷൻ യൂട്യൂബ് ചാനലിൽ കൂടെ വൈകി വന്ന വാലന്റൈൻ എന്ന ഷോർട്ട് ഫിലിം നമ്മുടെ RJ ലച്ചു ഡയറക്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിം റിലീസ് ആവുകയാണ്. അപ്പം സത്യം പറഞ്ഞാൽ ആ ഒരു ഷോർട്ട് ഫിലിം നിങ്ങൾ എല്ലാവരും കാണണം. എനിക്കറിയാൻ കാണുമെന്ന്, കാരണം എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയുന്നതിന് മുൻപേ എഴുതിയ ഒരു സ്റ്റോറിയാണ് സുറുമി എന്ന് പറയുന്ന സ്റ്റോറി എഴുതുന്ന കുട്ടി. അപ്പം അത് നിങ്ങൾ കാണുക, കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. രേണു സുധി, നിങ്ങളുടെ ഷോർട്ട് ഫിലിം റിലീസ് ആവട്ടെ, നമ്മൾ കാണാം. നിങ്ങൾ യൂട്യൂബിലൂടെ വീഡിയോകൾ ചെയ്യൂ, നമ്മൾ കാണാം. വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണക്കിലെടുത്ത് കാണാം. പക്ഷെ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. വേറൊന്നുമല്ല, ഒരു രോഗാവസ്ഥയെ വിറ്റു ജീവിക്കരുത്. ഓക്കെ, നിങ്ങൾ തന്നെ നിങ്ങളുടെ രോഗാവസ്ഥയെ വിൽക്കരുത്. ഇങ്ങനെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോൾ പോലും എന്തിനാണ് അവിടോട്ട് നിങ്ങളുടെ രോഗാവസ്ഥയെ നിങ്ങൾ കൊണ്ടുവരുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? എന്തിട്ടാലും എൻ്റെ പൊന്നാര ചേച്ചി, ചുമ്മാതാണോ നാട്ടുകാർ നിങ്ങളെ തെറി പറയുന്നത്? കുറച്ച് മുമ്പ് ഞാനൊരു പോസ്റ്റർ ഇവർ ഇൻസ്റ്റയിൽ ഇട്ടേക്കുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെ. അതും കൂടെയൊക്കെ നിങ്ങളെ കാണിക്കണം. കൂടാതെ വേറൊരു ലേഡി, എന്തോ ഒരു റെന സംതിങ്, എനിക്ക് അവരുടെ പേര് കറക്റ്റ് അറിയില്ല, ഒരു ലേഡി ഒരു വീഡിയോ ചെയ്തിരിക്കുന്നതൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതൊക്കെ നിങ്ങളെ കാണിക്കാനുണ്ട്, കുറച്ചധികം കാര്യങ്ങൾ കാണിക്കാനുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായം വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, രേഖപ്പെടുത്തുക. ഈ ചേച്ചിയുടെ ഇപ്പോഴത്തെ പരിപാടികളോടൊക്കെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ആ കിച്ചു എന്ന് പറയുന്ന പയ്യനെ എന്തിനാണ് ഇങ്ങനെ ഇല്ലാതാക്കാൻ നോക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ അങ്ങോട്ട് ഇല്ലാതാക്കാൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക് വരാം. കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു പോസ്റ്ററിൽ നിന്ന് തന്നെ തുടങ്ങണം. പക്ഷെ അതിനു മുമ്പ് ഞാൻ തുടക്കത്തിൽ കാണിച്ച ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, രേണു മറ്റേ ഹെയർ ഒക്കെ ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ശേഷം രേണു ഏതോ ഒരു ആൽബം ഇന്ന് വൈകുന്നേരം എങ്ങാണ്ട് റിലീസാണ്, ഇന്നോ നാളെ എന്തോ റിലീസാണ്. അപ്പൊ അതിന് ബന്ധപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തതാണ്. ഓക്കെ, അത് മനസ്സിലാക്കാം, പ്രൊമോട്ട് ചെയ്തോളൂ, നിങ്ങൾ കാണുമെന്ന് എനിക്കറിയാം. ഓക്കെ, കാണാൻ ചേച്ചി, കാണാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല, കണ്ടേക്കാം. നമ്മൾ കാരണം ഒരു വ്യൂ ആ വീഡിയോയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ, കണ്ടേക്കാം. പക്ഷേ അതിൻ്റെ പ്രൊമോഷന് പോലും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ അസുഖത്തെ വലിച്ചിടുന്നത് അത് ശരിയല്ല. ആ അസുഖം മാറാൻ പ്രാർത്ഥിക്കൂ. ആ അസുഖം മാറണമെന്ന് നിങ്ങൾക്ക് അത്ര ആഗ്രഹമുണ്ടെങ്കിൽ ആ അസുഖത്തെ പറ്റി ഒരു ഭൂരിഭാഗം സമയം മറക്കാൻ ശ്രമിക്കുക. വേദന കാണും, ഇല്ലാന്നൊന്നും അല്ല, അങ്ങനെ ഇങ്ങനൊന്നും നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഓക്കെ, അത് എന്തിനാണ് നാട്ടുകാരുടെ ഫ്രണ്ടിൽ വന്നിട്ട് വീണ്ടും 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 ഇങ്ങനെ? അതിൻ്റെ ആവശ്യം എന്താ രേണു സുധി? ആളുകൾ ചുമ്മാതാണോ പറയുന്നത് ഇത് പ്രഹസനമാണ്? എന്തോരം കമന്റുകൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഷെയർ ചെയ്യുന്നു. അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ആളുകൾ പറഞ്ഞിട്ട് പോട്ടെ. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ വെച്ച് നിങ്ങൾക്ക് അതൊന്നും കാണേണ്ട ഒരു കാര്യവും ഇല്ല. നിങ്ങൾ സമാധാനമായിട്ട് നിങ്ങളുടെ ആരോഗ്യം നോക്കി മുന്നോട്ട് പോകണം. നിങ്ങൾ പക്ഷെ അതല്ല ചെയ്യുന്നത്. നിങ്ങൾ എന്തിന് വീണ്ടും 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 ആൾക്കാരുടെ വായിലോട്ട് കമ്പിട്ട് ഇളക്കിയിട്ട് ആൾക്കാരെ കൊണ്ട് തെറി വിളിപ്പിച്ചുകൊണ്ടിരിക്കുക? അതിൻ്റെ ആവശ്യം എന്താ? എന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ ടെൻഷനും പ്രഷറും ഒക്കെ കൂടി വീണ്ടും ആശുപത്രിയിലാവും. എന്തിനാ? ഈ പോസ്റ്റ് രേണു ഇട്ടതാണേ, ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് ഒന്ന് വായിക്കട്ടെ. എൻ്റെ മോൻ ഋതപ്പൻ, മോൻ്റെ അവകാശം ഈ അമ്മയ്ക്ക് മാത്രമായിരിക്കും. എൻ്റെ മരണം വരെ എൻ്റെ ഋതപ്പനെ ആർക്കും വിട്ടുകൊടുക്കില്ല. ചേച്ചി കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. ആരെങ്കിലും വേണോന്ന് പറഞ്ഞോ? എനിക്കറിയില്ല, ഞാനങ്ങും കണ്ടില്ല. ഋതപ്പനെ ഇങ്ങ് താ രേണു എന്ന് പറഞ്ഞ് ആരെങ്കിലും പുറകെ വന്നോ? എന്തിനീ അനാവശ്യമായിട്ടുള്ള പോസ്റ്റുകൾ? എന്തിന്? ഇന്നലെ തന്നെ മറ്റേ അകലം കുറവ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ത് കാര്യത്തിന്? ഐ ഫീൽ ഇറ്റ്, അകലം കുറയുന്നു. സുധിയുടെ ഫോട്ടോ അപ്പുറം ഇരിപ്പുണ്ട്. എന്ത് ചേച്ചി, അങ്ങനെ ചേച്ചിക്ക് തോന്നുന്നെങ്കിൽ ചേച്ചിയുടെ മനസ്സിൽ വെക്കുക. ഈ നാട്ടുകാരോട് ഇതൊക്കെ പറയേണ്ട കാര്യം എന്താ നിങ്ങൾക്ക്? നിങ്ങൾ ഈ പറയുന്നതുകൊണ്ടാണ് ആളുകൾ വന്ന് കമന്റ് ഇടുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള എന്നെ പോലുള്ള ചില ആളുകളെങ്കിലും ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്. വലിയ താല്പര്യമൊന്നുമില്ല ചെയ്യാൻ. പക്ഷെ ആരെങ്കിലുമൊക്കെ, നിങ്ങളുടെ ചേച്ചിയോ ചേച്ചിയുടെ ഭർത്താവോ ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഈ പരിപാടി നിർത്താനായിട്ട്. വീഡിയോ ചെയ്യൂ, യൂട്യൂബിൽ വീഡിയോ ചെയ്യൂ, നല്ലതാണ്. നിങ്ങൾക്ക് അതിനകത്തുനിന്ന് പൈസ വേണം, പൈസ കിട്ടിയേ തീരുള്ളൂ. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കിട്ടട്ടെ, നല്ല രീതിയിൽ പൈസ കിട്ടട്ടെ. പക്ഷെ ഈ തോന്നിവാസങ്ങൾ കാണിക്കാതിരിക്കുക, അറ്റ്ലീസ്റ്റ് ഈ സമയത്തെങ്കിലും. നിങ്ങൾക്ക് ഈ ഒരു അസുഖമാണെന്ന് അറിഞ്ഞ നിമിഷം നിങ്ങളത് ജനങ്ങളെ അറിയിച്ച ആ പോയിന്റ് തൊട്ട് നിങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി വീഡിയോ ചെയ്യരുത് എന്ന് ഉറപ്പിച്ച ഒരാളാണ് ഞാൻ. 100% ഞാൻ ഉറപ്പിച്ച ഒരാളാണ്. വീഡിയോ ചെയ്യരുത്, ചെയ്തിട്ടുമില്ല ആദ്യമൊന്നും.
നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളെ, കാരണം അത് ആവശ്യമാണ്. പക്ഷെ നിങ്ങൾ വന്ന് നിങ്ങളുടെ വീഡിയോയിലൂടെ ആ കിച്ചു എന്ന് പറയുന്നവനെ അങ്ങോട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുക. പിന്നെ എന്തൊക്കെയോ നടക്കുന്നു, കുറെ ഇങ്ങനത്തെ പോസ്റ്ററുകൾ. ഞാൻ ബാക്കിയൊന്ന് വായിക്കട്ടെ. അവൻ എൻ്റേത്, ഋതപ്പനെ ആർക്കും വിട്ടുകൊടുക്കില്ല, അവൻ എൻ്റേത് മാത്രമായിരിക്കും, ആരും അവൻ്റെ പേരിൽ റീച്ച് ഉണ്ടാക്കാനോ സെന്റിമെന്റൽ ഗെയിം വർക്കൗട്ട് ചെയ്യാനോ നോക്കണ്ട, തരില്ല എൻ്റെ മോനെ. എൻ്റെ പൊന്ന് ചേച്ചി, ചേച്ചിയുടെ മോനെ ഒന്നും ആർക്കും വേണ്ട, എനിക്ക് തോന്നുന്നില്ല. എന്തിനാ അതിൻ്റെ ആവശ്യം? പിന്നെ ആരെ ഇവിടെ സെന്റിമെന്റൽ ട്രാക്ക് വോക്കൗട്ട് ചെയ്യിക്കുന്നത്? നിങ്ങളാണ് രേണുസുതി സെന്റിമെന്റൽ ട്രാക്ക് വോക്കൗട്ട് ചെയ്യാൻ നോക്കുന്നത്. നിങ്ങൾ ആരെ ഈ പറ്റിക്കാൻ ശ്രമിക്കുന്നത് ഈ സമയത്ത് പോലും? എന്തിനാ അതിൻ്റെ ആവശ്യം? പ്ലീസ് പ്ലീസ്, ഞാൻ അങ്ങനെയാ പറയുന്നത്, പ്ലീസ് ഈ കോമാളിത്തരം നിർത്തുന്നു. ആളുകൾ ഈ ഒരു അവസ്ഥയിൽ ജനങ്ങളെ കൊണ്ട് പ്രാഗിക്കാതെ. എന്തോരം ആളുകൾ പേഴ്സണലി വരെ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് അറിയാമോ രേണു? നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം. പേഴ്സണലി വരെ ആളുകൾ മെസ്സേജ് അയക്കുന്നു കിച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ നല്ല തെറി പറഞ്ഞുകൊണ്ട്. ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല ആരോടും, എനിക്കൊന്നും പറയാനും തോന്നുന്നില്ല. കാരണം എന്താ പറയുക? നിങ്ങളെ ഒന്ന് ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളെ ഒന്ന് സേഫ് ആക്കാൻ നോക്കണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നല്ല രീതിയിൽ പോകണം, നല്ലൊരു ട്രാക്ക് ചെറുതായിട്ടെങ്കിലും പിടിക്കണം. ഇത് ഓരോ ദിവസം കഴിയും തോറും ജനങ്ങളെ വെറുപ്പിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിന്? ഇപ്പൊ ഞാൻ ആ തുടക്കത്തിൽ കാണിച്ച വീഡിയോ പോലും, അതിൻ്റെയൊക്കെ ആവശ്യം? ഈ അസുഖം കൊണ്ടുവന്നിട്ട് പ്രൊമോഷൻ ഇടയ്ക്ക് കുത്തിത്തിരിക്കണ്ട. എൻ്റെ പൊന്ന് ചേച്ചി, സമ്മതിക്കണം കേട്ടോ. നിങ്ങളെ കൊണ്ടേ ഇതൊക്കെ പറ്റുള്ളൂ, ഇത് നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ. ഇനി ഞാൻ വേറൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ലേഡി, അവർ ഈ ആത്മാക്കളോടൊക്കെ സംസാരിക്കുന്ന പരിപാടിയൊക്കെ ഉള്ള വ്യക്തിയാണെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഒരു ഈശ്വര വിശ്വാസിയാണ് കേട്ടോ, അത്യാവശ്യം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, അമ്പലങ്ങളിൽ പോകുന്ന ഒരാളാണ് ഞാൻ, പോസിറ്റീവ് നെഗറ്റീവ് എനർജി എല്ലാത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് മാത്രം അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേൾക്കാൻ ഞാൻ എൻ്റെ ചെവി കൊടുക്കുകയാണ്. നിങ്ങളും ഒന്ന് കേക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കിച്ചുവിന്റെ പിറകെ പോവരുത്, പോവാൻ പാടില്ല. അതിനെ വെറുതെ വിട്ടേക്ക്. കിച്ചുവിന്റെ പിറകെ പോയാൽ ആര് തന്നെയും ആ കുട്ടിയുടെ പിറകെ പോയാൽ പ്രൂവ് ചെയ്ത് കാണിച്ചു തരും വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഫോർ യു ആൾ. ഓക്കെ, അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കണം ഇനിയൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കല്. രേണുവിന് ഒരേ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഓൺലി ആൻഡ് ഓൺലി വൺ ചാൻസ് ഫ്രം ഗാഡ്. ആ ചാൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. യു ഹാവ് ടു സ്പീക്ക് എവറിഥിങ് വാട്ട് യു നോ. ബാക്കി കേൾപ്പിക്കാമേ. ആ ചേച്ചി പറയുന്ന കേട്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു, വല്ലാത്തൊരു നോട്ടമൊക്കെ. കാണും ആത്മാക്കളോട് സംസാരിക്കുന്ന ആളുകൾ. ഇതിന് മുമ്പ് ഇവരുടെ ഒരു വീഡിയോ ഇങ്ങനെ എനിക്കൊരാളെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്തൊന്നും ചെയ്തില്ല, വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തില്ല, വേണ്ടല്ലോ പോട്ടെ, വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ വിട്ടതാണ്. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി. അപ്പോൾ കിച്ചുവിൻ്റെ പുറകെ പോകുന്നതാണ് പ്രശ്നം. ഞാനും ഒരു കാര്യം പറയട്ടെ, കിച്ചുവും അത്ര നല്ല പയ്യനൊന്നും ആയിരിക്കത്തില്ല, ഞാനും അത്ര നല്ല പയ്യനൊന്നും അല്ല. ഇവിടെ ഈ വീഡിയോ കാണുന്നതിനകത്തും അത്ര നല്ല പയ്യന്മാരും നല്ല ചേച്ചിമാരും നല്ല ചേട്ടന്മാരും നല്ല മനുഷ്യന്മാരല്ല ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവരും. ഓക്കെ, ഏതെങ്കിലും ഒരു പോയിന്റിൽ എല്ലാവരും മോശക്കാരാണ്. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? കള്ളത്തരമല്ല ഞാൻ പറഞ്ഞോ? ഒരു പോയിന്റിൽ എല്ലാവരും സെൽഫ് ഒരു ലവ് കാരണം ഭൂരിഭാഗം ആളുകൾ മോശക്കാരായി മാറാനുണ്ട്. കിച്ചുവും അത്ര നീറ്റൊന്നുമല്ല. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അറിയാത്ത പല കഥകളും നമ്മളിങ്ങനെ കേട്ട് പോകുന്നതുകൊണ്ട് പറഞ്ഞതാണ്. പിടികിട്ടിയോ? ഞാനായിട്ടൊന്നും ഒരിക്കലും അതൊന്നും ആരോടും പറയാനോ പിടിക്കാനോ നിൽക്കത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അത്ര അല്ല, അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? കിച്ചുവിൻ്റെ ഓപ്പോസിറ്റ് ആരാ നിൽക്കുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ. ആരും അത്ര നീറ്റല്ല. ഓക്കെ, പിന്നെ കിച്ചുവിൻ്റെ പുറകെ പോകുന്ന ഈ പരിപാടി, ഇപ്പം ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടാവാൻ കാരണം രേണു തന്നെയാണ്. ആവശ്യമില്ലാതെ കിച്ചുവിനെ പിടിച്ചിട്ടു. എന്തിന്? അതിനുശേഷം അവൻ പിന്നെ അടുത്തൊരു വീഡിയോ പിന്നെയും രേണുവിൻ്റെ ഭാഗത്തു നിന്ന്. എന്തിന്? എനിക്ക് തോന്നുന്നത് തെറ്റിപ്പോയി ഞാൻ പറഞ്ഞത്. കാരണം കിച്ചു ആണെന്ന് തോന്നുന്നു. വാട്ടെവർ, ആര് വീഡിയോ ഇട്ടാലും രേണുവിന് ഇപ്പം വയ്യാത്ത അവസ്ഥയാണ്, മൈൻഡ് ചെയ്യാതെ സ്വന്തം കാര്യം. എന്തിന്? ഡോക്ടേഴ്സ് പോലും പറഞ്ഞു രേണു ആവശ്യമില്ലാതെ കിടന്നുകൊണ്ട് ഒച്ചയും ബഹളവും പരിപാടിയും ഈ എന്ത് കേട്ടാലും വിടുക, അല്ലാതെ അതിൻ്റെ പുറകെ പോകരുത്. വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കരുത്. ഇതെല്ലാം രേണുവിന് പറഞ്ഞു കൊടുത്തതാ. മാക്സിമം എന്താ ഈ സാധനം ഇത് മാറ്റി വെക്കുക, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. എന്നിട്ടും എന്തിനാണ് രേണു ഈ കിടന്ന് കാട്ടായം കാണിക്കുന്നത്? ഫസ്റ്റ് ഒന്ന് ഹെൽത്ത് ഓക്കെ ആവട്ടെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവനെ അടിക്കാനോ അവനെ തെറി പറയാനോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇറങ്ങും. നാട്ടുകാരെല്ലാം കൂടെ നിങ്ങൾ ആ സമയത്ത് എടുത്ത് കൊടുത്തോളും. ഇപ്പോൾ
ആളുകളുടെ വായിരിക്കുന്ന തെറിയൊന്നും ഇങ്ങനെ കേൾക്കാതെ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. സാധാരണ നിങ്ങൾക്കറിയാം, ആദ്യം തൊട്ട് എൻ്റെ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, പണ്ട് രേണുവിനെ റിയാക്ട് ചെയ്യുന്ന ഇങ്ങനെ അല്ലായിരുന്നു. അവരുടെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വലിച്ചു കീറുമായിരുന്നു. പക്ഷെ ഇപ്പം ചെയ്യാത്തത് എവിടെയോ ഏതോ ഒരു മൊത്തത്തിൽ മറ്റേ വലിയ മനുഷ്യത്വം നിറഞ്ഞ ആളൊന്നും അല്ല, എവിടെയോ ഒരു ഇച്ചിരി ഉള്ളത് കൊണ്ട് ചെയ്യാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ചെയ്യാത്തത് കേട്ടോ. ഇല്ലെങ്കിൽ അറിയാം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. നമുക്ക് ബാക്കി കേൾക്കാം. Shame on you. Shame on you, Bishop. It's really, really shame on you. Okay? Bishop, റേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. റേണു ബിഷപ്പിന്റെ നേരെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബിഷപ്പ് forgive ചെയ്തത് is a great thing because you're a bishop. You have to do that, right? ചെയ്തു. But why did you go behind കിച്ചു? കിച്ചുവിന്റെ പിറകെ എന്തിനാ പോകുന്നേ? കിച്ചുവിന്റെ പിറകെ ബിഷപ്പ് എന്തിനാ പോകുന്നേ? I want to get that answer. Why? Why are you doing that? You proved very clearly, you proved very well that you don't deserve to be bishop anymore. Okay? In a position ഇരിക്കാനുള്ള റൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല ബിഷപ്പ്. I don't think you will sit more in that position again. നിലപാടില്ലാത്ത ബിഷപ്പ്. അതുകൊണ്ട് താങ്കളുടെ കാര്യത്തിൽ ഞാനും നിലപാടങ്ങ് മാറ്റുക. നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാനും. പക്ഷേ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ബിഷപ്പേ. ഉള്ള കാര്യം പറയാലോ. നിങ്ങൾ ക്ഷമിച്ചു. രേണുവിനോട് ക്ഷമിച്ചതൊക്കെ വളരെ നല്ല കാര്യം. നല്ലൊരു മനസ്സ് എവിടെയോ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ക്ഷമിക്കാനൊക്കെ പറ്റിയത്. നല്ല കാര്യം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതൊന്നും അല്ലല്ലോ സോഷ്യൽ മീഡിയ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. രേണും ചെറുതൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത് ബിഷപ്പിനെ പറ്റി. എന്നിട്ട് അതൊക്കെ ക്ഷമിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. എന്നാൽ കിച്ചുവിൻ്റെ പുറകെ, അത് അവർ പറയുന്നത് പോലെ തന്നെ, എന്തിന് കിച്ചുവിൻ്റെ പുറകെ പോകണം നിങ്ങൾക്ക്? അതിൻ്റെ ആവശ്യം എന്താ? കിച്ചു അങ്ങോട്ട് വന്നാൽ പ്ലാമൂട്ടിലോ ഗ്ലൂമൂട്ടിലോ അങ്ങാണ്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് മറ്റേ സെറ്റപ്പ്, നാട്ടുകാരുണ്ട് കൂടെ. എന്നിട്ട് പിന്നെ എൻ്റെ വീടാ, എൻ്റെ ഉടമസ്ഥതയിലുള്ള വീടാ. അത് കേട്ടപ്പോഴാണ്, നിങ്ങൾ കേട്ട് കാണുമല്ലോ കഴിഞ്ഞ ദിവസത്തെ ഇദ്ദേഹത്തെ മറ്റേ നമ്മുടെ ബിഷപ്പിൻ്റെ ഇൻ്റർവ്യൂ. എൻ്റെ ഉടമസ്ഥതയിലുള്ള വീടാ. എടോ, താൻ എടുത്തങ്ങ് പുഴുങ്ങി തിന്ന്. അതാ നല്ലത്. താൻ എടുത്തങ്ങ് പുഴുങ്ങി തിന്ന്. ഇല്ലെങ്കിൽ അവരെയൊക്കെ അവിടെ നിന്ന് ഇറക്കി വിടി. എന്തിനാണ് സത്യം പറഞ്ഞാൽ രേണു, കിച്ചു ഇനി ആ വീട്ടിലോട്ട് പോകണ്ട. അത് ബിഷപ്പ് തന്നെ എടുത്തോ സാറേ എന്നങ്ങ് പറയുന്നതാണ് കിച്ചുവിന് നല്ലത്. കിച്ചുവിനെ കൊണ്ട് പറ്റും ഒരു വീടൊക്കെ വെക്കാൻ. ബിഷപ്പ് അങ്ങ് എടുത്തോളാൻ പറയണം. മനസ്സിലായി? ഇനി റിതപ്പനും ആ കൊച്ചു വളർന്നു കഴിയുമ്പോഴത്തേക്ക് കിച്ചു തന്നെ പറയുക, മോനെ ഇവൻ്റെ ഒന്നും വേണ്ട, ഇവൻ എല്ലാ കാലവും മേളിൽ ചെന്നാലും ചിലപ്പോൾ ഇവനിത് പറഞ്ഞുകൊണ്ടിരിക്കും. മേളി കൂട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാൽ, ദേ എൻ്റെ ഉടമസ്ഥയിലുള്ള വീട്ടിലാണ് അവൻ താമസിക്കുന്നത്, ഇത് ജീവിതകാലം മൊത്തം അയാൾ പറഞ്ഞുകൊണ്ടിരിക്കും. അയാളെയൊക്കെ ദൂരെ കളി. ഇയാളൊരു ബിഷപ്പാണ്. ഇപ്പം ഇവർ പറഞ്ഞതുപോലെ തന്നെ ബിഷപ്പായിട്ടൊന്നും ഇരിക്കാൻ ഒരർഹതയില്ല ഇയാൾക്ക്. സീരിയസ്ലി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിഷപ്പ് കാണിക്കുന്ന പരിപാടിയാണോ ഇത്? എന്തെങ്കിലും ഒരു സാധനം ദാനം ചെയ്തിട്ട് പിന്നെ അതും പറഞ്ഞുകൊണ്ടിരിക്കുക ജീവിതകാലം മുഴുവൻ. നാണമില്ലേ ബിഷപ്പേ? അങ്ങനെ തന്നെ ഞാൻ ചോദിക്കുന്നു എന്നോട്. നാണമില്ലേ തനിക്ക്? നിങ്ങൾ വലിയ മഹത് വ്യക്തിയൊക്കെ ആയിരിക്കും, പക്ഷെ കൊടുത്ത സാധനത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേൾക്കുമ്പോഴത്തേക്ക് ഇത് ചോദിച്ചേ പറ്റത്തുള്ളൂ ബിഷപ്പേ. നാണമില്ലേ നിങ്ങൾക്ക്? ബാക്കി കേൾക്കാം. ഈ ഒരു മെന്റാലിറ്റി വെച്ചിട്ട് ബിഷപ്പ് പോസ്റ്റ് പറ്റില്ല. You are working like a normal person. You are talking like a normal human. Normal person. Huh? What do you think? ഇങ്ങനൊക്കെ ചെയ്തുമ്പോൾ ഇങ്ങനൊക്കെ പറയുമ്പം God will support you? Never. God will be there with you? Never. You're giving pain for the souls. Oh, in your belief there is no souls, right? I believe too. You know who I am? Very soon you'll come to know who I am. Bishop, if you don't know about me, just go and check in these videos. Something you're waiting. Okay? Very clearly I said in my last video, don't go behind Kichu. കിച്ചുവിന്റെ പിറകെ പോവാൻ പാടില്ല. അതിനെ വെറുതെ വിട്ടേക്ക്. കിച്ചുവിന്റെ പിറകെ പോയാൽ, anyone, ആര് തന്നെയും ആ കുട്ടിയുടെ പിറകെ പോയാൽ പ്രൂവ് ചെയ്ത് കാണിച്ചു തരും what is going to happen for you all. Okay? ശരിക്കും ഇവരുടെ ജോലി എന്താ? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ ഷെയർ ചെയ്ത് കന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ടിട്ടങ്ങ് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചതാണ്. ഇവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ പേടിയാവുന്നു. എന്താ ഇത് ഇങ്ങനെ? ഓക്കെ, വാട്ട് എവർ, ലീവ് ഇറ്റ്. ഇപ്പം അവർ പറഞ്ഞതുപോലെ തന്നെ ബിഷപ്പെ, നിങ്ങൾ ഈ ബിഷപ്പായിട്ടിരിക്കാനൊന്നും നിങ്ങൾക്ക് യാതൊരു അർഹതയും ഇങ്ങനെയില്ല. പിന്നെ കിച്ചുവിൻ്റെ പുറകെ നിങ്ങൾ പോവാതിരിക്കുക. എന്തിന്? കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ എന്നും രേണുവിനെ ഇരുന്ന് കണ്ട ഓൺലൈൻ മീഡിയ ചാനലിലൊക്കെ കയറിയിരുന്ന് അവരായിച്ചുകൊണ്ടിരുന്നൊരു ടീമാണ് ബിഷപ്പ്.
ഓക്കെ, അതുകൊണ്ട് ചേട്ടൻ അത് വിട്. എന്നിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, ഓൺലൈൻ മീഡിയക്കാർ വന്നങ്ങോട്ട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാ. നിങ്ങളുടെ വായിക്കത്തിട്ട് കുത്തി പറയിപ്പിച്ചതാണോ? അല്ലല്ലോ, അല്ലല്ലോ. ഞാനിപ്പം വീണ്ടും ഒന്നുകൂടെ പറയാം, കിച്ചു അത്ര നല്ലവനാണെന്നോ രേണു അത്ര നല്ലവനാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഭൂരിഭാഗം ആളുകളും കിച്ചു 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 എന്നും പറഞ്ഞ് അങ്ങോട്ട് മരിക്കാൻ നിൽക്കുന്നത് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം, ഇവരാരെ നമുക്ക് പേഴ്സണലി അറിയത്തില്ല. സോഷ്യൽ മീഡിയ വഴി ഇവർ കാണിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, പിന്നെ സുധിയുടെ മൂത്ത മകൻ, ആ ഒരു സാധനമാണ് നമുക്ക് എല്ലാവർക്കും കിച്ചുനോടുള്ളത്. പിന്നെ രേണു, അവരുടെ കാട്ടായങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ, കിച്ചു വീണ്ടും പാവം നമ്മുടെ മുമ്പിൽ. അങ്ങനെ നമുക്ക് കിച്ചുവിനെ അറിയുള്ളൂ അല്ലേ? അതിൻ്റെ അപ്പുറത്തേക്കുള്ള കിച്ചുവിനെ നമുക്ക് ആർക്കും അറിയില്ല. അതും കൂടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഞാനത് ഇങ്ങനെ പറഞ്ഞു വെക്കാനൊരു കാരണമുണ്ട്. പിടികിട്ടിയോ? ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ തന്നെ, ഇപ്പം നിങ്ങൾ എന്നെ രണ്ട് തെറി പറഞ്ഞാലും നാളെ ചിലപ്പോൾ വേറൊരു സംഗതി കുത്തിപ്പൊങ്ങി വരുമ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ എന്നും പറഞ്ഞ് നിങ്ങൾ തന്നെ വരും. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ എൻ്റെ തന്തയ്ക്ക് വിളിക്കും, ഉറപ്പാ. നീ അല്ലേടാ അന്ന് കംപ്ലീറ്റ് ആയിട്ടിരുന്ന് സപ്പോർട്ട് ചെയ്തത് കിച്ചുവിനെ, കണ്ടില്ലേടാ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെ വരും. അതുകൊണ്ടാണ് ഞാനൊരു പരിധി കൂടുതൽ അങ്ങോട്ടെടുത്ത് തലയിലൊന്നും വെക്കാൻ നിൽക്കാത്തത്. കാരണം തെറ്റുകുറ്റങ്ങൾ എല്ലാവരുടെയും ഭാഗത്തുണ്ട്. നിങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ വഴി അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്, ഇത് മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് കുറേ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറയുന്നു. സത്യം എന്താണെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് വെറുതെ വന്നിരുന്ന് കഥ പറയാത്തത് നിങ്ങളോട്. പിന്നെ അതിൽ സത്യമുണ്ടോ അല്ലോ കള്ളമാണോ എന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ആ പയ്യനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് നാളെ ഇതെല്ലാം കൂടെ കുത്തിപ്പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ തന്നെ എന്നെ ഫസ്റ്റ് കല്ലെറിയും. നമുക്ക് ബാക്കി കേൾക്കാം. അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കണം ഇനിയൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കല്. രേണുവിന് ഒരേ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഓൺലി ആൻഡ് ഓൺലി വൺ ചാൻസ് ഫ്രം ഗാഡ്. ആ ചാൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. യു ഹാവ് ടു സ്പീക്ക് എവറിഥിങ് വാട്ട് യു നോ, വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദുബായ്, വാട്ട് യു നോ അബൌട്ട് എല്ലാ കാര്യങ്ങളും രേണുവിന് അറിയുന്നത് പറയണം. ഇതുവരെ പറയാൻ തോന്നിയിട്ടില്ലല്ലോ. കരിഷ്മയാണോ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നത്? വൺ ടൈം ഷീ സെഡ് മീ, കരിഷ്മ എന്നോട് പറയുന്നുണ്ടായിരുന്നു, സാത്താൻ സേവ സംതിങ് ഷീ ഡസ്, ഡു എവറിത്തിങ് കരിഷ്മ. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചെയ്യും. യു വിൽ സി. കരിഷ്മയോടും രേണുവിനോടുമാണ് ഞാൻ ഈ പറയുന്നത്. അറിയുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്ത് പറഞ്ഞു. അല്ലെങ്കിൽ ഉണ്ടല്ലോ വെറുതെ പറയുന്നതല്ല, കുറെ കൊണ്ടുപോകില്ല ഇങ്ങനെ. Got it? Bishop, you are the one who disturbed me now. I was working and the workplace എനിക്ക് ഡിസ്റ്റർബൻസ് തന്നത് ബിഷപ്പാണ്. ഈ ഡിസ്റ്റർബൻസ് എനിക്ക് തന്നതിന് ബിഷപ്പ്, you don't think that I will leave you free? ഇനി ആ പൊസിഷനിൽ ഇരുന്നിട്ട് എത്ര നാൾ പോകും നമുക്ക് കാണാം. യു സീ ദാറ്റ് ആ പൊസിഷനിൽ ഇരിക്കുന്ന ക്വാളിറ്റി, അതിന്റെ ക്വാളിറ്റി അതെന്താണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ മുന്നോട്ട് പോകുന്നത്. വൈ യു ടോക്കിംഗ് ലൈക്ക് എ ഹ്യൂമൻ, നോർമൽ ഹ്യൂമൻ ബീയിങ്? ശരിയാണ്. എനിക്ക് ബിഷപ്പിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം അതായിരുന്നു. നിങ്ങൾ സാധാരണക്കാരെ പോലെ, നിങ്ങൾ ഒരുപാട് അറിവുള്ള പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തിയല്ലേ. സത്യം പറഞ്ഞാൽ രേണുവും കിച്ചുവും ഇപ്പം ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ കിടന്ന് അവരിങ്ങനെ അമ്മയും മകനും കൂടെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അത് കോംപ്രമൈസ് ചെയ്യാണ് ബിഷപ്പ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ രേണുവിൻ്റെ കൂടെയാണ്, കിച്ചു നീ പ്ലാത്തൊടിയിലോ മാങ്ങാത്തൊടിയിലോ വന്നാൽ നിന്നെ ഞാൻ കള്ളറിയും, ആ ഒരു പരിപാടി അല്ലായിരുന്നു അവിടെ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? പുള്ളി അതാണ് ചെയ്തത്. ഒരു നല്ലൊരു വ്യക്തിയാണ്, നമ്മളെക്കാട്ടിലൊക്കെ ഒരു പണ്ഡിതനാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തി അത് കോംപ്രമൈസ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് മോനെ കിച്ചുവിനെ വിളിച്ചിട്ട് മോനെ നീ കിടന്ന് ഈ പ്രശ്നം ഉണ്ടാക്കാതെ നിർത്ത്, അവർക്ക് വയ്യല്ലോ ഇപ്പം തൽക്കാലം അത് നിർത്ത് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ വന്നിട്ടല്ല, അല്ലാതെ വിളിക്കണമായിരുന്നു, വിളിച്ച് സംസാരിച്ച് സെറ്റിൽ ചെയ്യണമായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടത്. പക്ഷേ പുള്ളി എപ്പോഴും കുറേ ആയില്ലേ, ഈ വിഷയത്തിൽ കുറേ ആയി ഞാൻ ആൾക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങിച്ചെന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട്, അതുകൊണ്ട് കിട്ടിയ ചാൻസ് ഞാൻ അങ്ങോട്ട് ഉപയോഗിക്കാം എന്നും പറഞ്ഞ് കയറിയിരുന്ന് അങ്ങോട്ട് മറ്റേ വലിയ വീരവാദം അടിച്ച് അണ്ണാക്കി കിട്ടിയോ? അത്ര ബിഷപ്പിനോട് ചോദിക്കാനുള്ളൂ. പിന്നെ ഇവർ പറയുന്നു, ഇവരുടെ പറച്ചിലും എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണെങ്കിലും അവർ പറയുന്നത് പോലെ ബിഷപ്പെ മിക്കവാറും നിങ്ങളുടെ ബിഷപ്പ് ആ പട്ടം പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഇവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കേട്ടതാണ്, എനിക്കറിയില്ല, ചിലതൊക്കെ നടക്കാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. വോട്ടവോ എനിക്കറിയില്ല. പിന്നെ രേണുസുധിയോട് പുള്ളിക്കാരി പറയുന്നത് ദുബായിലെ എന്തൊക്കെയോ പരിപാടികൾ മാനേജർ കരിഷ്മ പറയാൻ സമ്മതിക്കുന്നില്ല. കേട്ടല്ലോ നിങ്ങൾ കാര്യങ്ങൾ. രേണു പറയാനൊന്നും സാധ്യതയില്ല എന്താണ് ദുബായിൽ നടന്നതെന്നുള്ളത്. അത് എനിക്കും തോന്നുന്നില്ല പറയുമെന്നൊക്കെ. അപ്പോൾ ഇവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? ദുബായിൽ മാനേജർ കരിഷ്മയുടെ കെയർ ഓഫിൽ വേറെന്തെങ്കിലുമൊക്കെ പരിപാടികൾ
നടന്നിട്ടുണ്ടോ? പല കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടേ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പോട്ടെ, അതൊക്കെ കഴിഞ്ഞ കാര്യം, നമ്മൾ ഇനി അത് കുത്തി കീറണ്ട, നമുക്ക് ബാക്കി കേൾക്കാം. You don't deserve that anymore. Beginning when you was talking towards Renu, ആ ടൈമിൽ എനിക്ക് മനസ്സിലായതാണ്, this bishop is not holy. You are not holy. എന്താ വിചാരിച്ചത്? എല്ലാവരും ഫാദറും ബിഷപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഹെവനിൽ എത്തുന്നു, ഗോഡിനെ കാണാൻ പറ്റുന്നു, ഗോഡിന്റെ പ്രസൻസ് കിട്ടുന്നു, ഇതൊക്കെയാണ് വിചാരിക്കുന്നത്. എല്ലാവരും ഹോളി ആണെന്നോ? നോ വേ മാൻ, നോ. And you are not, especially you bishop, you are not holy. Okay? ഇനി ഇവിടുന്ന് ഞാൻ ഈ പറഞ്ഞ ഈ സെക്കൻഡ്, from here to next, you see how you're moving forward your life. Very soon ആ ബിഷപ്പിന്റെ പൊസിഷൻ എടുത്തു മാറ്റും. ഓക്കെ, ബി റെഡി ഫോർ ദാറ്റ്. ബിഷപ്പ് ആ കുട്ടിയുടെ ക്വാളിറ്റി വിളിച്ച് പറയുന്നത് കേട്ടു ഞാൻ. ബിഷപ്പിന്റെ ക്വാളിറ്റീസ് എന്താണെന്ന് എല്ലാവരും ഒന്ന് അറിയിക്കണ്ടേ? രേണു, ഫൈനൽ ചാൻസ് രേണുവിന് ഒരാളുടെ പിറകെ പോവാൻ നിൽക്കരുത് രേണു. അവരിങ്ങനെ ഇരുന്ന് ആടുന്നതൊക്കെ കണ്ടോ? എന്തോ ആത്മാവരുടെ ദേഹത്ത് കയറിയിട്ട് സംസാരിക്കുന്നത് പോലെയൊക്കെ, എനിക്ക് അറിയില്ല, എന്തോ കാണുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഭീതി വരുന്നു. സോ വാട്ട് എവർ, ഈ ബിഷപ്പ് അത്ര നീറ്റായിട്ടുള്ളൊരു വ്യക്തിയല്ല എന്ന് ഇപ്പം ഏകദേശം ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇവർ പറഞ്ഞതുപോലെ തന്നെ അത്ര നീറ്റായിട്ട്, പിന്നെ അവരുടെ ഒരു ഭീഷണിയൊന്നുമല്ല, അവരെന്തോ അവർ പറയുന്നതിനകത്ത് നമുക്കറിയില്ല. ഞാൻ കൂടുതൽ അതിനകത്തോട്ട് ഇനി വലിച്ചു കീറാനോ കുറച്ചുകൂടെ വീഡിയോ കാണിക്കാനോ പോകുന്നില്ല, മതി. എന്തോ കുറച്ചുകൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നവരും അവരുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ അവർ പറയുന്നതിനകത്തൊക്കെ സത്യങ്ങൾ ഉണ്ടാകുമായിരിക്കും അല്ലേ? അങ്ങനെ ഞാൻ ചോദിക്കുന്നുള്ളൂ. വോട്ടെവർ, അത് മാറ്റി വെക്കുക. ബിഷപ്പ് പുള്ളി അത്ര നീറ്റൊന്നും അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും പുള്ളി തെളിയിച്ചു തന്നു. ഇനി പുള്ളിയെ താങ്ങാനൊന്നും ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ പുള്ളിയുടെ ഡയലോഗടി ഇപ്പോഴും എൻ്റെ തലയിൽ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. പുള്ളി ഇവർ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ അങ്ങനെ വലിയ പരാത്മാവോ പുണ്യാത്മാവോ ഒന്നും അല്ല, സാധാരണ ആൾക്കാരെ പോലെ, നമ്മളെപ്പോലൊക്കെ അത്യാവശ്യം നല്ല ചട്ടത്തരമൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ് കൂട്ടുകാരെ ബിഷപ്പേ താങ്കൾ. അല്ലാതെ അത്ര നല്ല ഹോളി ആയിട്ടുള്ളൊരു വ്യക്തിയൊന്നും അല്ല, പുണ്യാത്മാവൊന്നും ആണ് നിങ്ങളെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അങ്ങനെ ഒരു വ്യക്തി കാണിക്കുന്ന പരിപാടിയൊന്നും അല്ല താങ്കൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. പണ്ട് പിന്നെ രേണു നിങ്ങളെ ഓരോന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വന്ന് സംസാരിച്ചു എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ ഓൺലൈൻ മീഡിയക്കാരുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഈ കഥയൊക്കെ പറയുന്നത്? എന്ത് കാര്യത്തിന്? ഒരു വീട്ടിലെ ഒരു കുടുംബത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, നിങ്ങളൊരു പരമാത്മാവ് പുണ്യാത്മാവ് മറ്റേ ബിഷപ്പ് വലിയ ആളാണെങ്കിൽ നിങ്ങൾ ആ വീട്ടിൽ ചെന്നതൊക്കെയല്ലേ, കിച്ചുവിനെ വിളിച്ചത് കോംപ്രമൈസ് ചെയ്ത് തീർക്കാം. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, നിങ്ങളത് ചെയ്തോ? ചെയ്തില്ല. പിന്നെ വലിയ കഥ പറയാൻ നിങ്ങൾ ഇറങ്ങരുത്. ഇനി മനസ്സിലായില്ലേ? ഇനി നിങ്ങളുടെ കഥ ആരും കേൾക്കത്തൊന്നുമില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.